എന്റെ പിഞ്ചോമനപ്പൂങ്കുരുന്നാരാരിരോ ഉണ്ണിയാരാരിരോ തങ്കമാരാരിരോ എന്റെ പിഞ്ചോമനപ്പൂങ്കുരുന്നാരാരിരോ. മോളെ, ആ അമ്മ വന്നു. ഇപ്പൊ വന്നേ ഉള്ളൂ. നീ എന്താ ഇങ്ങനെ? എങ്ങനെ? മോള് സങ്കടപ്പെടണ്ടെന്നൊന്നും അമ്മ പറയില്ല. പക്ഷേ നമുക്ക് നമ്മളെ കൈവിട്ടു പോകാൻ പാടില്ല. അമ്മ എന്തേ പറയുന്നേ? അല്ല മോളെ, നിന്നെപ്പോലെ തന്നെ അമ്മയ്ക്ക് സങ്കടമുണ്ട്. പക്ഷെ ഒന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ എന്ന് ഓർക്കുമ്പോ സമാധാനവും ഉണ്ട്. നിനക്കും ആദിക്കും ഉടനെ ഒരു കുഞ്ഞിനെ തന്ന് ദൈവം അനുഗ്രഹിക്കും. ഒരു കണക്കിനെല്ലാം നല്ലതിനു വേണ്ടിയാണെന്ന് മാത്രം വിചാരിച്ചാ മതി. എന്ത്? എന്റെ കുഞ്ഞു മരിച്ചതോ? മോളെ, അപ്പൊ ഇതായിരുന്നല്ലേ അമ്മയുടെ മനസ്സിലിരിപ്പ്? എന്താ മോളെ നീ പറയുന്നേ? അങ്ങനെ ഒരു മനസ്സായിരുന്നു അമ്മയ്ക്കെങ്കിൽ ഇത്രയും കാലം ഇക്കാര്യത്തിൽ ഞാൻ നിന്റെ കൂടെ നിൽക്കില്ലായിരുന്നല്ലോ. ഈ കുഞ്ഞിനെ പ്രസവിക്കണമെന്ന് നീ വാശി പിടിച്ചപ്പോ നിനക്ക് ഞാൻ എല്ലാ പിന്തുണയും തന്നില്ലേ? എത്രയോ നാൾ നിന്റെ അച്ഛന്റെ പീഡനം നിനക്ക് നിന്റെ കുഞ്ഞിനും വേണ്ടി ഞാൻ അനുഭവിച്ചില്ലേ? മരണം മുന്നിൽ കണ്ട് ഉറക്കം വരാതെ എത്രയോ രാത്രികൾ ഞാൻ നിനക്ക് വേണ്ടി കാവലിരുന്നില്ലേ? ആ എന്നോട് തന്നെ നീ ഇത് പറയണം. സന്തോഷായി മോളെ, അമ്മയ്ക്ക് സന്തോഷായി. അമ്മ വേദനിപ്പിക്കാൻ ഞാൻ പറഞ്ഞതല്ല. വേദനിപ്പിക്കാനല്ലെങ്കിൽ പിന്നെ സന്തോഷിപ്പിക്കാൻ പറഞ്ഞതാണോ? നീ ഒരു കത്തിയെടുത്ത് എന്റെ നെഞ്ചിൽ കുത്തിയിറക്കിയാലും ഞാൻ സഹിക്കും. നിന്റെ കുഞ്ഞു മരിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ടെന്ന് മാത്രം നീ പറയരുത്. കാരണം നിന്നേക്കാൾ കൂടുതൽ ആ കുഞ്ഞിനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്റെ പ്രാർത്ഥന മുഴുവൻ നിനക്ക് വേണ്ടിയാ. ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ട വേദനയിൽ നിന്ന് എത്രയും പെട്ടെന്ന് നിന്നെ കരകയറ്റണേ എന്ന്. അതിന് എന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടില്ലല്ലോ. എന്താ എന്താ നീ പറഞ്ഞേ? അല്ല, ആ കുഞ്ഞിപ്പോഴും എന്റെ മനസ്സിലുണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. നിനക്ക് താങ്ങാൻ പറ്റുന്നില്ല അല്ലേ മോളെ? അമ്മയ്ക്ക് മനസ്സിലാക്കാൻ പറ്റും നീ അനുഭവിക്കുന്ന സങ്കടം എന്താന്ന്. നീ പറഞ്ഞത് ശരിയാ. നിന്റെ കുഞ്ഞ് നിന്റെ കൂടെ തന്നെ ഉണ്ടെന്ന് നിനക്ക് തോന്നും. അത്ര പെട്ടെന്നൊന്നും അതിനെ മറക്കാൻ നിന്നെ കൊണ്ട് പറ്റില്ല. അത്രയ്ക്ക് സ്വപ്നം കണ്ടതല്ലേ നീ? മരണത്തിൽ നിന്ന് പോലും നിന്നെ മടക്കിക്കൊണ്ടുവന്നത് ആ കുഞ്ഞല്ലേ? ലോകത്താർക്കും നിന്നെ മനസ്സിലായില്ലെങ്കിലും അമ്മയ്ക്ക് നിന്നെ മനസ്സിലാവും. പക്ഷെ മോളെ, നീ ആ കുഞ്ഞിനെ മറക്കണം. കഴിഞ്ഞതെല്ലാം മറക്കണം. നിനക്ക് വേണ്ടി, നിന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്ന നിന്റെ ആദിക്ക് വേണ്ടി, നിങ്ങൾ ഒരുമിച്ചിനി ജീവിക്കാൻ പോകുന്ന ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി നീ എല്ലാം മറന്നേ പറ്റൂ. എല്ലാം മറക്കാം, എന്റെ കുഞ്ഞിനൊഴികെ. അതിന് മാത്രം എന്നെ ആരും നിർബന്ധിക്കരുത്. കാരണം എന്റെ കുഞ്ഞ് മരിച്ചിട്ടില്ല.